வீடியோ சும்மா டைம் பாஸ்க்காக ஒரு யூடியூப் சேனல் இருக்குது, உங்களுக்கு தெரியாது இல்லையா? ஒரு யூடியூப் சேனல் இடு. சாப்பிட போகுது நைட் டைமில். எங்களோட ரூமில் கரண்டே கிடையாது. 3 days ஆச்சு. இவர் தமிழ் தான். மதுரை அல்ல, திருச்சி. സേ ഹായ്. അവർ തിരിച്ചില്ല. എനിക്ക് കൊഞ്ചം തമിഴും തരും. അപ്പോൾ ഞങ്ങൾ 3 പേരോട് ഇവിടെ ഒരു ചെന്നൈ റെസ്റ്റോറൻറ്റ് ഉണ്ട്. മീൻസ് ചെന്നൈ റെസ്റ്റോറൻറ്റ് അല്ല, തമിഴ് ഫുഡ് ഇടുന്നത്, നല്ല അടുപ്പ് ഫുഡ് ഇടുന്നത്. ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കും. ഇത് നമ്മുടെ റൂംമേറ്റ് അല്ല, റൂമിൽ തൊട്ട് നെബേഴ്സാണ്. സോ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ കഴിക്കാൻ ഇറങ്ങി. അവർ പോവുക അലൈനിലോട്ട്. ഇവർ ഷിഫ്റ്റാണ്, 2 ദിവസം കൂടെ കഴിഞ്ഞാണ്. എന്നോട് തമിഴ് പേസ്. അപ്പുറം ഞാൻ ആർക്കിട്ട് തമിഴ് പേസും. നിങ്ങൾ പോയി കഴിഞ്ഞാൽ തമിഴ് പേസൊക്കെ ആരും കിടയാതെ പൂരാ മലയാളം കേട്ടാச்சு. எவ்வளோ சப்ஸ்கிரைப் நம்ம 300 and something. பெரிய ஆளு தான். 2 சப்ஸ்கிரைப் பண்ணிடலாம். ஆனால் அவனை 100 rupees ഞാൻ കൊടുക്കണം. ഞാൻ പറഞ്ഞ பண்ணவே வேண்டாம். 100 dirhams. அவர் அலையில் போகிறதுக்கு அங்கே ரூമിൻ്റെ കീ பண்ணണം. അവർ കീ എന്തോ മിസ്സായിடுச்சு. അയ്യോ, അതിന് എന്താ പറ്റി പറയുന്നത്? അവർ അലൈനിലോട്ട് ഷിഫ്റ്റ് ആവാണ്ട് ഒരു കീ ചെയ്യണം. അപ്പം അതിന് ഞങ്ങൾ കീ ഷോപ്പ് വന്നു. നമ്മുടെ ഫുഡ് കഴിക്കുന്നത് തൊട്ടിപ്പുറത്തൊരു കീ ഷോപ്പുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് കീസും അങ്ങനത്തെ എല്ലാം അതുണ്ടാകുന്നു. അപ്പം ഞങ്ങൾ അവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നു. നമുക്ക് നല്ല മുടി ഇരിക്കും. തിരുമ്പി കാട്ട് നല്ല അഴകാണ്ട് കൂന്തൽ. അവർക്കൊരു യൂട്യൂബ് ചാനൽ ഇരിക്കും. ബട്ട് അവർക്ക് എങ്ങനെ ഇതിടണമെന്ന് അറിയാത്തതുകൊണ്ട് അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന്, പക്ഷെ എങ്ങനെ ഇടണമെന്ന് അറിയത്തില്ല. എന്നോട് ചോദിച്ചാൽ എങ്ങനെ? ഞാൻ പറഞ്ഞു ഒന്നുമില്ല, നമ്മളെടുക്കും, നമ്മളിടുന്നു. എന്നോട് ചോദിച്ചാൽ എന്തിനാ ചേച്ചി എഡിറ്റ്? ഞാൻ എടുക്കുന്നത് ഞാനിടുന്നു. വലിയ എഡിറ്റോ കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ല. അപ്പം ഞാൻ ഒരു ചുമ്മാ രസത്തിന് ചെയ്യുന്നത്. നീ വല്ല സൈഡ് സാധനം ഉണ്ടാക്കുന്നതോ, നിനക്ക് എന്തിനാണോ ഇൻട്രസ്റ്റ് ഉള്ളത് അത് നീ ചെയ്തിരുന്നതെന്ന് ഞാൻ പറഞ്ഞു. അമ്പമ്പോൾ അവർക്ക് ചാനൽ കിടയാതെ അവർക്ക് ഇൻട്രസ്റ്റ് ആയിരിക്കും. ഞാൻ കേട്ട ചാനൽ നെയിം சொல்லுங்க. சேனல் நேம் ஒன்றும் கிடையாது, ஓப்பன் பண்ணிட்டு சொல்கிறேன். അവർക്ക് ഇൻട്രസ്റ്റ് ഇരിക്കും. അപ്പം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇടണം. എൻ്റെ കൂട്ട് വലിയ കഴിവൊന്നും വേണ്ട, ഒരു തൊലിക്കെട്ടി മാത്രം മതി. സോ ഞങ്ങളിപ്പോൾ ഇവിടെ പോയിട്ട് എന്താ കഴിക്കുന്നത്? എന്നെ സപ്പടെ പോകുന്നത് ദോശ. അവിടെ എല്ലാമേ കിടക്കും. നല്ല റെസ്റ്റോറൻ്റാണ്. ഞാൻ അടിക്കടി ഇങ്ങനെ தான் വരുவேன். சுட ഉഴുന്നുവട, मसाला दोसे, प्लेन दोसे, कलकी समथिंग, कलकी में ये पूरा बिसी है. ഉള്ളി ഫുള്ളാളാണ്. ഞങ്ങൾ വെളി ക്യൂവിലാണ്. ഇവിടെ എപ്പോഴും വന്നാലും ഇതാണ് ഒരു പ്രശ്നം. അപ്പടിഞ്ഞു ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. ഇഡലി, ഒരു പ്ലേറ്റ് ഇഡലി, 2 പ്ലേറ്റ് ചപ്പാത്തി ഞങ്ങൾ പറഞ്ഞത്. പിന്നെന്തോ പറഞ്ഞ് മട്ടൻ സൂപ്പ്, അതും പറഞ്ഞു. പിന്നെ ഞാൻ ഫോട്ടോ ചാച്ച വീഡിയോ എടുക്കണേ. എന്നോട് തമിഴ് കേട്ട് നിങ്ങൾ ഭയപ്പെടെ കൂടാതെ தான் இருக்கும் என்னோட தமிழ். ஆனால் நான் அட்ஜஸ்ட் பண்ணிட்டு இருக்கேன் இவரு கூட. சூப் வந்தாச்சு, மட்டன் சூப் வந்தாச்சு. சிவ மட்டன் சூப்பு சாப்பிடுங்க. எப்படி இருக்கு? சுமாராக தான் இருக்குது. சுமார் மீன் சூப்பராக ஓகே. ஓகேவா இருக்கு. எப்படி இருக்கு சூப்பா? உங்களுக்கு நல்லா இருக்கா? ஓகே. ഇഡലി വന്നാച്ച്. മലയാളി റെസ്റ്റോറൻറ്റ്, കേരള റെസ്റ്റോറൻറ്റുകളും ഈ സ്ഥലത്ത് ഇഡലി ഒന്നും വരില്ല. പക്ഷേ ഈ തമിഴ്നാട് റെസ്റ്റോറൻറ്റുകൾ അങ്ങനെയൊക്കെയുള്ളത് ദോശ, ഇഡലിയൊക്കെ രാത്രിയിലും എല്ലാ സമയം കിട്ടും. അതുകൂടാതെ ഇവിടെ തൈര് റൈസിന് കുറേ വെറൈറ്റീസ് ഉണ്ട്. അതെല്ലാം രാത്രിയിലും ഇവർക്ക് അവൈലബിൾ ആണ്. നല്ല നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡാണ്. ചുടുക എല്ലാം നല്ല ചൂടായിരുന്നു. ചപ്പാത്തി വന്ന് എടുത്തിട്ട് ഞാൻ വന്നിട്ട് ഞാൻ പറഞ്ഞ ചപ്പാത്തി സെറ്റ് അത് വന്നിട്ട് ഞാൻ രാത്രി ഞാനോട് കൊടുത്തു ചപ്പാത്തി പറയുന്നത്. ഇവിടെ ചപ്പാത്തി നല്ല ഇവർ മറ്റേ മിഷ്യൻ ചപ്പാത്തി ഒന്നുമല്ല, അല്ലാതെ ഇവിടെ ഉണ്ടാകും ചപ്പാത്തി. അങ്ങനെ ഒരു എനിക്കിഷ്ടമാണ്. ഇപ്പം ഞാൻ കഴിച്ചിട്ടുണ്ട് ചപ്പാത്തി. നമ്മുടെ എനിക്ക് ഇവിടുത്തെ വട ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിക്കാൻ ആക്ച്വലി ഇവിടെ വരുന്നു.
പിന്നെ ഞങ്ങൾ മുമ്പ് അപ്പുറത്ത് താക്കോല് കുറിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പായൊന്ന് നോക്കണം. താക്കോൽ ഇപ്പം கிடைக்காதா? കീ ഇപ്പം கிடைக்காதா? வாங்கியாச்சா? only 2 minutes. 2 minutes தான். ஐ எப்படி? അല്ല ഞാൻ 1 hour half an hour ഇരുന്നേ ദിടീന്ന് കടിച്ചിട്ട് അത് ഞാൻ കണ്ടതേ ഇല്ല. വാങ്ങിച്ച ഞാൻ ഓർത്ത് ചെയ്യാൻ കൊടുത്തേക്കുവാണ്. ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വണ്ടിയിൽ കയറി. അപ്പോൾ കാറ് കഴുകണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ വരാം, കുഴപ്പമില്ല, നാളെ എനിക്ക് ഓഫാണ്, നമുക്ക് എല്ലാവർക്കും പോകണം. ലുലു വന്നു. അപ്പോൾ താഴെ കാറ് കഴുകാൻ കൊടുത്തു. എന്നിട്ട് ലുലു കയറി. ചെറിയ ഒന്നും ആയില്ല, ചുമ്മാ കാറ് കഴുകുമ്പോൾ കറങ്ങി നടക്കാൻ പോകും. உங்களுக்கு ஏதாவது ஷாப் பண்ணணுமா? ചുമ്മാ കറങ്ങാൻ വേണ്ടി വന്നതാണ്. ചുമ്മാ ഒരു കറക്കം കയറിയ സ്ഥിതിക്ക് നമുക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് അറിയത്തില്ല. എന്തെങ്കിലും ലാഭത്തിൽ കിട്ടുമെന്ന് വാങ്ങിക്കാം. എന്തായാലും ഈ നമ്മുടെ ലുലു നിറയെ ഇപ്പം ഷോപ്പായി. നേരത്തെ ഇത്ര ഷോപ്പൊന്നും ഇപ്പം നിറയെ വന്നിട്ടുണ്ട്. മിക്സർ ഇതിവിടുത്തെ നല്ലതാണ് കേട്ടോ, നല്ലതാണ്. ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടുന്ന് കപ്പലണ്ടി മുട്ടായി വാങ്ങിച്ചതിൻ്റെ അത് കാണുന്നില്ല, അത് കൊള്ളത്തില്ലായിരുന്നു കേട്ടോ. നോക്കാം. കപ്പലണ്ടി മുട്ടായി ഇന്നല്ല കുറേ നാളത് കൊള്ളത്തില്ല. മീൻസ് ഭയങ്കര സ്റ്റിക്കി ആയിരുന്നു. നാട്ടിൽ നിന്ന് വാങ്ങുന്ന കുറച്ചുകൂടെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നു. ഇന്നത് കുറച്ച് ഷുഗർ കൂടുതലായിട്ട് സ്റ്റിക്കായി തോന്നുന്നു. ഡിഫറെൻറ്റ് ടൈപ്പ് ഉള്ള സോൾട്ടുകൾ ഇവിടെ ഉണ്ട്. ഡിഫറെൻറ്റ് കേട്ടുപ്പാറ് വേണ്ട കല്ലുപ്പ് താനേ. പിങ്ക് സോൾട്ടിൽ കല്ലുപ്പ് കിടയാതാ അല്ല. ഡ്രൈ റോസ്മേരി ഇവിടെ കിട്ടും കേട്ടോ. റോസ്മേരിയും ഗ്രാമ്പൂവും കൂടി ഇട്ട് തിളപ്പിച്ച വെള്ളം നമ്മൾ തലയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മുടിക്ക് നല്ലതാണ്. ആക്ച്വലി ഈ ഫംഗസൊക്കെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് നല്ലതാണ്. അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞങ്ങളുടെ ഓണർ യൂസ് ചെയ്തിട്ട് പുള്ളിക്കാരിക്ക് നല്ല വെർത്തായെന്ന് പറഞ്ഞു. സാധാരണ പുള്ളി വീട്ടിൽ തന്നെ ചെയ്താന്ന് തോന്നുന്നു. ചേച്ചി അയ്യാ പറഞ്ഞത് നല്ലതാണ്. അപ്പോൾ അവർ 1-ാം തീയതി ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് അവരുടെ റൂമിൽ. അപ്പം പാല് കാച്ചി കയറാനായിട്ട്. പിന്നെ പൂജയ്ക്ക് നെയ്യ്, കല്ലുപ്പ്, ശർക്കര, ഏലക്ക, അങ്ങനെ കുറച്ച് അതിനുള്ള ഐറ്റംസ് കുറച്ച് വെക്കും. അപ്പോൾ ഒറ്റ തേങ്ങ, അതായത് ഒരു തേങ്ങ ആയിട്ട് കിട്ടണം, അത് പൊട്ടിക്കാത്ത. അത് നോക്കിയപ്പോൾ അതില്ല. അതിന് വേറെ ഗ്രോസറി ഷോപ്പിൽ നിന്ന് നാളെ വാങ്ങിക്കാം എന്ന് പറഞ്ഞിരുന്നു. ഞാൻ പറയും നമ്മുടെ താഴത്തെ ഗ്രോസറി നമ്മുടെ ഷോപ്പിന് ഇപ്പുറത്ത് അവിടെ ഒന്ന് ചോദിച്ചു നോക്കാം. അവിടെ ഉണ്ടെങ്കിൽ അവർ തരുന്നു. അവിടെ ലുലുവിനകത്തില്ല. അവനിപ്പോൾ നാളെ അങ്ങ് പോകാം അല്ലെങ്കിലോട്ട്. ഞാൻ സംസാരിച്ച് അങ്ങോട്ട് അവരെന്നെ അവിടെ നിന്ന് കൈ കാണിക്കില്ല. അതുവഴിയല്ല കൊണ്ട് ഇതുവഴിയാണ്. എന്താ കാര്യം. ശിവ പറഞ്ഞു സ്വർണത്തിൻ്റെ റേറ്റ്, ഗോൾഡ് റേറ്റ് നന്നായിട്ട് കുറഞ്ഞു. ഞാൻ പറഞ്ഞു 495. 495 தானே கோல்டு வாங்கிறதுக்கு ஏதாவது பிளான் இருக்கா? 400 ஆயதுக்கு அப்புறம் வாங்குவேன். 488 പിന്നെയും കുറഞ്ഞാച്ചാ? ഗുഡ് ഗുഡ് കുറയട്ടു. ஆமாம் அப்படியேதான். அப்போ தான் வாங்கணும். കുറയട്ടു. പെട്ടെന്ന് റോക്കറ്റ് പോലെ പോയതല്ലേ, മിസൈൽ വന്നപ്പോൾ എല്ലാം താന്നു. ഇപ്പം നമ്മൾ നാളെ നമ്മൾ ചിലപ്പോൾ നോക്കുമ്പം നല്ല റേറ്റ് കൂടും. ഇങ്ങനെ കുറഞ്ഞും കൂടി. ഇവിടെ രാവിലെ 3 നേരം റേറ്റ് മാറും. രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ പോലെ. ഇവിടെ 3 നേരമാണ് ഗോൾഡ് റേറ്റ് മാറുന്നത്. അപ്പോൾ എനിക്കൊരു ചുറ്റുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച കൊണ്ട് അത് അടച്ചപ്പോൾ 500 സംതിങ് ആണ്.
പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ആഴ്ച അടച്ചാൽ മതിയായിരുന്നു. നമുക്കറിയില്ലല്ലോ. ഞാൻ ആ ചേട്ടന്മാരോട് വിളിച്ചിട്ട് അവർക്കും അറിയില്ല എന്ന് പറഞ്ഞു. കൂടുവോ കുറവെന്ന് ഈ സാഹചര്യത്തിൽ ഒന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ കയ്യിലിരുന്നങ്ങ് തീർന്നു പോകല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അടച്ച് ഒരു മണ്ടത്തിന് വാങ്ങിപ്പോയി. പിന്നെ ജീവിതത്തിൽ മൊത്തം മണ്ടത്തിനൊന്നും കുഴപ്പമില്ല.